Hi friends, Technical Formula എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻവെർട്ടർ എസിയുടെ ബോർഡ് എങ്ങനെ റിപ്പയർ ചെയ്യുന്നു, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇൻവെർട്ടർ എസിയുടെ ഇൻവെർട്ടർ PCB. ഇത് വളരെ കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ ഇത് റിപ്പയറിംഗ് എന്ന് പറഞ്ഞാലും വളരെ കോസ്റ്റ്ലിയാണ്. ഇത് അതിൻ്റെ ഫാൻ കണക്ട് ചെയ്യുന്ന പോർട്ടാണ്. ഫാൻ മോട്ടർ ഇതിൽ നിന്നാണ്, ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫാൻ മോട്ടർ പോകുന്ന ഇതിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇതിനകത്തെ ഓരോ ലൈനുകളും നമ്മൾ നോക്കി മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ മെയിൻ മെമ്മറി പ്രോസസ്സർ. അതിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതും കംപ്ലീറ്റ് മെമ്മറികളും പ്രോസസ്സ് ചെയ്യുന്ന ഇതാണ്. ആ IC അങ്ങനെ പോകാറില്ല, അതങ്ങനെ കംപ്ലൈൻറ്റ് വരാറില്ല. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ഹൈ പവർ കപ്പാസിറ്റർ. ഇതിലാണ് കംപ്രസറിൻ്റെ സ്പീഡിൻ്റെ കപ്പാസിറ്റി ചെയ്യുന്നത്. ചിലതിനകത്ത് 3 കപ്പാസിറ്റർ വരും. അതുപോലെ തന്നെ ഈ കണക്ടറാണ് കംപ്രസറിലോട്ട് പോകുന്നത്. 3 വയറാണ് പോകുന്നത്. 3 ഒരേ റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും. 3 കണക്ഷൻ ഉണ്ട് കംപ്രസറിലോട്ട്. അടുത്ത ഈ കണക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കോയിൽ ട്രാൻസ്ഫോമർ ഉണ്ട് ഔട്ട്ഡോർ യൂണിറ്റിനകത്ത്. ആ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷനാണ് ഇതാണ് നമ്മൾ ഇൻഡോർ യൂണിറ്റുമായി കണക്ട് ചെയ്യുന്ന ഭാഗം. ഇത് വളരെ നോക്കി മാത്രം നമ്മൾ കണക്ട് ചെയ്യുക. ഇതിനകത്ത് ഇതുകൊണ്ട് ഒന്ന് കാണാം, ബ്ലാക്ക് കമ്മ്യൂണിക്കേഷനാണ്, കോമൺ നല്ല വായിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് AC ഇന്ന്, അത് ന്യൂട്രൽ നീല, അങ്ങനെ 3 കണക്ഷനാണ്. അതുപോലെ ഇതിനകത്തൊരു എർത്ത് ലൈനും ഉണ്ട്, എർത്ത് വയർ കണ്ടോ. ഈ എർത്ത് കറക്റ്റായിട്ട് കൊടുക്കണം. എർത്ത് പ്രോപ്പർ അല്ലെങ്കിൽ ഇത് വർക്കിംഗ് ശരിയാകത്തില്ല, വർക്ക് ചെയ്തില്ല, ചിലപ്പോൾ ബോർഡ് അടിച്ചു പോകാൻ തന്നെ ചാൻസ് ഉണ്ട്. ഇനി നമുക്കതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരാം. നമുക്ക് കാണാം, ഇവിടെ കണ്ടോ 4 IC കാണാം. ഇതാണ് എൻ്റെ മെയിൻ ഔട്ട്ഡോർ കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയും. ഇതാണ് സാധാരണ കംപ്ലൈൻറ്റ് വരുന്നത്. ഈ IC പോകുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ എറർ എന്ന് പറയുന്ന ഒരു എറർ കോഡ് കാണിക്കും. കമ്മ്യൂണിക്കേഷൻ എറർ, ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ എറർ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരെണ്ണം ഫാനിൻ്റെ, അതിൽ നിന്ന് 1 വോൾട്ടേജ്, 1 അതിൻ്റെ ഡയോഡ്. ആ 4 കാല് ഉള്ള ഇതാണ് അതിൻ്റെ ഡയോഡാണത്. അതങ്ങനെ കംപ്ലൈൻ്റ് ആകാറില്ല. ഇനി നമുക്ക് ഈ ബോർഡൊന്ന്, ഇത് റിപ്പയർ ചെയ്ത ബോർഡാണ്, പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബോർഡ് പിടിപ്പിച്ചു AC-യിൽ. ഞാനിത് അഴിച്ചു വെച്ചേക്കാണ് AC. ഇപ്പോൾ ഇത് റണ്ണിങ് ആയി, സ്റ്റാർട്ടിങ് ആയി AC. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, അതിനകത്ത് ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. റെഡും ഗ്രീനും ഉണ്ട്. റെഡ് ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് കംപ്രസർ സ്പീഡ് ബൂസ്റ്റിംഗ് ആകുമ്പോഴാണ് റെഡ് ബ്ലിങ്ക് ചെയ്യുന്നത്. നമുക്ക് വെളിയിൽ നോക്കി കാണത്തില്ല, ഇത് അടച്ചു വെക്കുന്ന ഭാഗമാണ്. അങ്ങനെ നമുക്ക് കാണാം ഫാൻ മോട്ടർ ഓടുന്നത് കാണാം. അതിന് കംപ്രസർ ഇപ്പോൾ റണ്ണിങ് ആണ്, നല്ല ഹൈ സ്പീഡിലാണ്. ഇപ്പോൾ RPM നമ്മൾ നോർമൽ AC വർക്ക് ചെയ്യുന്നതിനേക്കാളും 6000 RPM-ലൊക്കെയാണ് ഇതിൻ്റെ കംപ്രസർ പോകുന്നത്. അതിന് സ്പീഡ് കൺട്രോളിങ് ആണ്. ഇപ്പം AC കൂളിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം അതിൻ്റെ സ്പീഡ് മാറും, സ്പീഡ് ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ടെസ്റ്റ് റൺ ഇട്ടേക്കാണ്. ഓയിലൊക്കെ സെറ്റ് ആയോ ഇല്ലയോ നമ്മൾ പിടിച്ച് നോക്കുക, അത് കോയിൽ കൂളിംഗ് ആയോ ഇല്ലയോ എന്ന്. ഓയിലൊക്കെ ഏകദേശം ഗ്യാസൊക്കെ ഫ്ലോ ആയി വരുന്ന കാണാം. നിങ്ങൾക്ക് കാണാം, ഞാൻ ആ പറഞ്ഞ കണക്ഷൻ ഇൻഡോർ യൂണിറ്റുമായിട്ടുള്ള കണക്ഷൻ കൊടുത്തേക്കുന്നത് നോക്കിയാൽ കാണാം. അതിൻ്റെ ഒരു വൈബ്രേഷനാണ് വരുന്നത് ഉണ്ടോ. ന്യൂട്രൽ, ഫേസ്, അതുപോലെ തന്നെ എർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ വയറൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം, അത് മാറിപ്പോവരുത്. അതായത് ഓർഡിനറി AC-ലാകുമ്പോൾ നമുക്ക് ന്യൂട്രലും ഫേസും തിരിഞ്ഞു പോയാലോ കൊടുത്തില്ലെന്ന് കുഴപ്പമില്ല. പക്ഷേ ഇൻവെർട്ടർ AC സംബന്ധിച്ച് കറക്റ്റായിട്ട് കൊടുക്കണം. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.